So hello friends, once again welcome back. Friends, അപ്പോൾ നമ്മളൊരു ചെറിയൊരു ബോർഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ soundtron ഒരു 2+1 preamp ബോർഡാണ്. നിങ്ങൾക്ക് ഈ വളരെ ഈസി ആയിട്ടൊരു 2+1 ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് യൂസ് ചെയ്യാം. കാരണം പലർക്കും ഡൗട്ടാണ് ബാസ്റ്റബിൾ ബോർഡ്, അതിൻ്റെ കൂടെ സബ്വൂഫർ ഫിൽറ്റർ, പിന്നെ USB പവർ സപ്ലൈ, അങ്ങനെ പല സാധനങ്ങൾ ഒരുമിച്ച് എങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് വോളിയം കൺട്രോൾ വെച്ച് യൂസ് ചെയ്യാം എന്നൊക്കെ പലർക്കും ഡൗട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട. നമുക്ക് ബാസ്റ്റബിൾ ബോർഡ് അതിനകത്ത് തന്നെ വരുന്നുണ്ട്, കൺട്രോൾസ് വരുന്നുണ്ട്, 5 വോൾട്ട് USB സപ്ലൈ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സബ്വൂഫർ ഫിൽറ്ററും വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ഒറ്റ ചെറിയൊരു ബോർഡിൽ ചേർത്ത് വരുന്നതാണ് ഈ ഒരു ബോർഡെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം, ഓണമായിട്ട് കുറച്ചധികം പേര് നിങ്ങളെല്ലാവരും തിരക്കിലായിരിക്കും. അപ്പോൾ ഞാനും കുറച്ച് തിരക്കിലായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ പോയി ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തു. അതിൻ്റെ ഒരു മന്ദാരം ഇതുവരെ വിട്ടുപോയിട്ടില്ല. ഒരു 3 ദിവസമായിട്ട് അതിൻ്റെ ചെറിയൊരു മന്ദാരം ഇപ്പോഴും പോയിട്ടില്ല. വാക്സിൻ എടുക്കാത്തൊരു വാക്സിൻ എടുക്കുക. കാര്യം ഇപ്പം എന്താ പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഷോപ്പുകളിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് മറ്റെന്താവശ്യത്തിന് പോലും അവർ ആദ്യം ചോദിക്കുന്നത് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവരും വാക്സിൻ ചെയ്യുക, സേഫായിട്ടിരിക്കുക. ഇപ്പം കൊറോണ കൂടി വരികയാണ്, സേഫായിട്ടിരിക്കുക. അധികം ഒന്നും പുറത്തോട്ട് ഇറങ്ങാതിരിക്കുകയല്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടി വരികയാണ്. TPR ഒക്കെ കഴിഞ്ഞ ദിവസം 17 ഒക്കെ ആയെന്ന് പറയുന്നു. എന്ന് മാറുമോ എന്തോ ഒരു പിടിയില്ല. സോ അപ്പോൾ കൂടുതൽ ഒന്നും സംസാരിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ മണി നൈസ് അടിച്ചേക്ക്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ 2.1 പ്രീആംപ് ബോർഡ്. വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ബോർഡാണ്. റെഡ് PCB, കാണാൻ അത്യാവശ്യം കൊള്ളാം. നല്ല കമ്പോണൻസും നല്ല ക്വാളിറ്റി PCB വെച്ചിട്ടാണ് ഈ ഒരു ബോർഡ് അവർ ഇറക്കിയിരിക്കുന്നത്. ഈ ബോർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത് വളരെ ഹാൻഡി ആയിട്ടുള്ള ഡിസൈനാണ്. അധികം വലിപ്പമൊന്നും ഈ ഒരു ബോർഡിനില്ല. നമ്മുടെ ഒരു ഉള്ളം കയ്യിൽ ഇരിക്കാവുന്നത്ര വലിപ്പമേ ഉള്ളൂ. എന്നാൽ SMD കമ്പോണൻസോ മറ്റ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരൊറ്റ എന്താ പറയുക, കുറച്ച് SMD കപ്പാസിറ്റേഴ്സും അത് നമുക്ക് വാല്യൂസ് എല്ലാത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റെഗുലേറ്റർ IC മാത്രമേ SMD ആയിട്ട് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി PCBയുടെ നല്ല കട്ടിയുണ്ട്. സോൾഡറിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സോൾഡറിങ് തന്നെയാണ് ഇവരകത്ത് യൂസ് ചെയ്തേക്കുന്നതും. അതിൻ്റെ ഒരു തിളക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സോൾഡറിങ്ങിൻ്റെ. ബോർഡിലേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല കമ്പോണൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കമ്പോണൻസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് എല്ലാം യൂസ് ചെയ്തേക്കുന്നത് കെൽട്രോണിൻ്റെ കപ്പാസിറ്റേഴ്സാണ്. അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബോക്സ് ടൈപ്പ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള IC, ഇപ്പം ഇതിൻ്റെ പ്രീസെറ്റ് ആയാലും മറ്റെന്ത് കാര്യങ്ങളായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ക്വാളിറ്റി വൈസ് ഫസ്റ്റ് ലുക്കിൽ നമുക്ക് കുറ്റങ്ങളൊന്നും പറയാനില്ല. പിന്നെ മിക്കവാറുള്ള കണക്ഷൻസ് എല്ലാം കണക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഇതിനകത്ത് AC സപ്ലൈ 12 കൊടുത്താൽ മതി. കാര്യം അതിനകത്ത് DC ആക്കാനുള്ള മറ്റ് ബ്രിഡ്ജ് അഡാപ്റ്ററും അതുപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയറും കപ്പാസിറ്റേഴ്സും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. 1000 UF 25 വോൾട്ട് കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ USB-യിലേക്ക് വേണ്ടുന്ന 5 വോൾട്ട് സപ്ലൈ ഇതിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു വലിയ ഒരു നമുക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. അതിന് 7805-ൻ്റെ ഒരു SMD റെഗ് അതിൻ്റെ അടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പവർ സപ്ലൈക്കകത്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കണക്ടർ വഴി തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. സോ നമുക്ക് USB-ക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു സപ്ലൈ ഉണ്ടാക്കിയെടുക്കേണ്ട, അതും ഇതിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ആംപ്ലിഫയർ അസംബ്ലിന് എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. നമ്മളിതിൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള IC-യിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാം 3 to 4 IC-യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള IC-യാണ്. ഞാൻ ഈ ബോർഡ് പരിചയപ്പെടുത്തുള്ള കാര്യത്തിന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 2.1 ഉണ്ടാക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സബിൻ്റെ ഫിൽറ്ററിൻ്റെ സെക്ഷനും അതുപോലെ ഒരു ബാസ്റ്റബിൾ ബോർഡും USB-യുടെ 5 വോൾട്ട് സപ്ലൈയും ഫുൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊരു വലിയ മേന്മയാണ്. ചെറിയ ബോർഡുമാണ്. വോളിയം കൺട്രോളിലേക്ക് പോകുകയാണെങ്കിൽ വോളിയം, ബാസ്, ട്രെബിൾ, അതുപോലെ തന്നെ സബ്വൂഫറിൻ്റെ വോളിയം, ഇത്രയും വോളിയം കൺട്രോൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. സബിന് ഒരു ഗെയിനിന് വേണ്ടിയിട്ടൊരു പ്രീസെറ്റും അതിൽ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ടിപ്പിക്കലി അവർ യൂസ് ചെയ്ത് നേരത്തെ വന്നുകൊണ്ടിരുന്ന ആ ഒരു സെയിം സബ്വൂഫർ ഫിൽറ്റർ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റങ്ങളൊന്നുമില്ല. സോ 100K ഡ്യുവൽ പൊട്ടൻഷ്യോമീറ്റേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. എല്ലാം നിങ്ങൾക്ക് 100K യൂസ് ചെയ്യാം. നമ്മളിതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട്. ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഇൻപുട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു സൈഡിലോട്ട് മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടും 5 വോൾട്ടും പിന്നെ നമ്മുടെ AC ഇൻപുട്ടും എല്ലാം ഒരേ സൈഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഗ്രൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സബ് എല്ലാം ഒരേ അടുത്ത് തന്നെ കൊണ്ടവർ വെച്ചിട്ടുണ്ട്. സോ അധികം നമുക്ക് തിരയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം മാർക്കഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു SMD കമ്പോണൻസ് ആയിട്ട് കുറച്ച് കപ്പാസിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു
റെഗുലേറ്ററും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് നോർമൽ കമ്പോണൻസ് ആണ്, എല്ലാം നമുക്ക് ഈസി ആയിട്ട് മാറാനും പറ്റും. സോ ഇതാണ് ഫ്രണ്ട്സ് ഈ ഒരു ബോർഡിൻ്റെ ആകെ മൊത്തമുള്ള ഒരു ഓവറാൾ എന്താ പറയുക നമ്മുടെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്. 275 രൂപയാണ് ഈ ഒരു ബോർഡിന് വില വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ വോളിയം കൺട്രോൾസ് അതുപോലെ തന്നെ 18 mm നമ്മുടെ മിക്സറിനകത്ത് വരുന്ന നോബ് വെച്ച് ഒരു പാക്കേജ് കൂടെ വരുന്നുണ്ട്. അതിന് 375 രൂപയാണ് വരുന്നത്. സോ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ബോർഡാണ്, നല്ലൊരു പ്രൈസിങ് ആണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ടൊരു 2.1 ഉണ്ടാക്കണം എന്നുള്ളവരെല്ലാം ഇത് വാങ്ങാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു ബോർഡാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.